ഹലോ എവരിവൺ, എല്ലാവർക്കും പാത്വേസ് അക്കാഡമിയുടെ ഡെയിലി ന്യൂസ് അനാലിസിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക്സ് മോഡിഫൈഡ് പ്രോഗ്രാം ഫോർ സെമി കണ്ടക്ടേഴ്സ് ആൻഡ് ഡിസ്പ്ലേ ഫാബ് എക്കോസിസ്റ്റം, INS അരിഗട്ട്, ഷാങ്ഹായ് കോപ്പറേഷൻ ഓർഗനൈസേഷൻ, കൊളംബോ സെക്യൂരിറ്റി കോൺക്ലേവ്, പ്ലേസസ് ന്യൂസ് ആയിട്ട് വെസ്റ്റ് ബാങ്ക്. ഈ മോഡിഫൈഡ് പ്രോഗ്രാം ഫോർ സെമി കണ്ടക്ടേഴ്സ് ആൻഡ് ഡിസ്പ്ലേ ഫാബ് എക്കോസിസ്റ്റം എന്നുള്ള ടോപ്പിക്ക് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്യുന്ന ഒരു കോണ്ടെക്സ്റ്റ് എന്ന് പറയുന്നത് ബേസിക്കലി ഈ ഒരു പദ്ധതിക്ക് വേണ്ടിയിട്ട് ഇന്ത്യൻ ഗവൺമെൻറ് നേരത്തെ ഒരു $10 ബില്യൺ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു, അല്ലെങ്കിൽ 76,000 കോടി ഇന്ത്യൻ രൂപ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഇന്ത്യയിലുള്ള സെമി കണ്ടക്ടർ എക്കോസിസ്റ്റത്തിനെ സപ്പോർട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഇതൊരു $15 ബില്യൺ ആയിട്ട് ഉയർത്തിക്കൊണ്ടുള്ള പുതിയൊരു ബ്ലൂ പ്രിൻറ്റ്, പുതിയൊരു പദ്ധതിക്ക് വേണ്ടിയിട്ടുള്ള ഈ പദ്ധതിനെ കുറച്ചും കൂടി എക്സ്പാൻഡ് ചെയ്യാനുള്ള ബ്ലൂ പ്രിൻറ്റ് ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്ന് തയ്യാറായതായിട്ടുള്ള ഒരു വാർത്ത ഇന്നത്തെ ഇന്ത്യൻ എക്സ്പ്രസിൻ്റെ പേജ് 1 വന്നിട്ടുണ്ട്. ആ ഒരു കോണ്ടെക്സ്റ്റിലാണ് അതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു പദ്ധതി 2022 ഇന്ത്യൻ ഗവൺമെൻറ് ലോഞ്ച് ചെയ്യുന്നത്. ആക്ച്വലി നേരത്തെ ലോഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്ന പ്രോഗ്രാം ഫോർ സെമി കണ്ടക്ടേഴ്സ് ആൻഡ് ഡിസ്പ്ലേ ഫാബ് എക്കോസിസ്റ്റംസ് എന്ന് പറയുന്ന പ്രോഗ്രാമിനകത്ത് ചില മാറ്റങ്ങൾ വരുത്തിയിട്ട് 2022 ഈ മോഡിഫൈഡ് പ്രോഗ്രാം ലോഞ്ച് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ പദ്ധതിയുടെ പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ ഇന്ത്യയിലുള്ള സെമി കണ്ടക്ടർ അതുപോലെ തന്നെ ഡിസ്പ്ലേ മാനുഫാക്ചറിങ് അല്ലെങ്കിൽ ഡിസ്പ്ലേ ഫാബ്സ്, ഈ രണ്ട് മേഖലകളെയും സപ്പോർട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഗവൺമെൻറ് സബ്സിഡീസും കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നൊരു സ്കീമാണിത്. അപ്പോൾ നമുക്കറിയാം ഈ സെമി കണ്ടക്ടർ മാനുഫാക്ചറിങ് എന്ന് പറയുന്നത് വളരെ കോസ്റ്റ്ലി ആയിട്ടുള്ളൊരു അഫെയറാണ്. അതിൻ്റെ ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത് വളരെ ഹ്യൂജ് ആയിരിക്കും. ഓക്കെ, ഇപ്പോൾ ഈ സെമി കണ്ടക്ടർ ഫാബ്രിക്കേഷൻ യൂണിറ്റ്സ് അല്ലെങ്കിൽ സെമി കണ്ടക്ടർ ഫാബ്സ് എന്ന് പറയുന്ന അത്തരത്തിലുള്ള സെമി കണ്ടക്ടർ മാനുഫാക്ചർ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഫാബ്സ് എസ്റ്റാബ്ലിഷ് ചെയ്യണമെങ്കിൽ ബില്യൺസ് ഓഫ് ഡോളേഴ്സ് വേണമെന്നാണ് പറയുക. അതുകൊണ്ടാണ് ലോകത്തിൽ വളരെ കുറച്ച് രാജ്യങ്ങൾ മാത്രം ഈ സെമി കണ്ടക്ടർ മാനുഫാക്ചറിങ്ങിനെ നിയന്ത്രിക്കാനുള്ള കാരണം അതാണ്. ഇപ്പോൾ സൗത്ത് കൊറിയ അതുപോലെ തന്നെ തായ്വാൻ, ചൈനയൊക്കെ പോലുള്ള അപൂർവം ചില രാജ്യങ്ങളിലാണ് ലോകത്തിൻ്റെ ഈ സെമി കണ്ടക്ടർ ഡിമാൻഡിൻ്റെ വലിയൊരു ശതമാനവും മീറ്റ് ചെയ്യുന്നത് ഇങ്ങനെയുള്ള ചില രാജ്യങ്ങളാണ്. കാരണം അതിന് ഇനീഷ്യലി വേണ്ട ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത് വളരെ ഹ്യൂജാണ്. ഇത്തരത്തിലുള്ള ഫാബ്സ് അല്ലെങ്കിൽ ഈ ഫാബ്രിക്കേഷൻ യൂണിറ്റ്സ് വളരെ പെട്ടെന്ന് ഔട്ട്ഡേറ്റഡ് ആയിട്ട് മാറുകയും ചെയ്യും. അപ്പോൾ വളരെ ഷോർട്ട് പീരീഡ് ഓഫ് ടൈമിനകത്ത് ഹ്യൂജ് ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തണം. ആ ഹ്യൂജ് ഇൻവെസ്റ്റ്മെൻറ്റിൽ നിന്ന് വളരെ പെട്ടെന്ന് റിട്ടേൺസ് ഉണ്ടാക്കുകയും വേണം. അപ്പോൾ ആ ഒരു പ്രശ്നം ഉള്ളതുകൊണ്ടാണ് നമ്മുടെ ഇന്ത്യയിൽ ഇത് വലിയ കാര്യമായിട്ട് നടക്കാത്തത്. പക്ഷേ നമുക്കറിയാം ഇന്ന് നമ്മൾ ലോകത്ത് കാണുന്ന ഒരുമാതിരിപ്പെട്ട എല്ലാ ഇലക്ട്രോണിക് ഡിവൈസസിൻ്റെയും ബേസ് എന്ന് പറയുന്നത് സെമി കണ്ടക്ടേഴ്സാണ്. അപ്പോൾ ഈ COVID-19 പാൻഡമിക്കിൻ്റെ ഒക്കെ സമയത്ത് ഈ സപ്ലൈ ചെയിൻ ക്രഞ്ചസ് വന്ന സമയത്ത് ഇത് എല്ലാ മേഖലകളെയും ബാധിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു കോണ്ടെക്സ്റ്റിലാണ് ഇന്ത്യയും ഈ സെമി കണ്ടക്ടർ മാനുഫാക്ചറിങ്ങിൽ കൂടുതൽ ഊന്നൽ നൽകാൻ വേണ്ടിയിട്ട് തീരുമാനിക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു $10 ബില്യൺ ഗവൺമെൻറ് ചിലവഴിക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട്. അപ്പോൾ ഏകദേശം 76,000 കോടി രൂപ അന്നത്തെ എക്സ്ചേഞ്ച് റേറ്റ് അനുസരിച്ച് $10 ബില്യൺ ഇതിനു വേണ്ടി ഗവൺമെൻറ് മാറ്റി വെച്ചിട്ടുള്ളത്. നമ്മുടെ മിനിസ്ട്രി ഓഫ് ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻഫർമേഷൻ ടെക്നോളജി അല്ലെങ്കിൽ മെയ്ത്തിക്ക് കീഴിലാണ് ഈ പദ്ധതി വരുന്നത്. ഇനി ഈ പദ്ധതി ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഗവൺമെൻറ് ഒരു നോഡൽ ഏജൻസിനെ 2021 എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുണ്ട്. ആ നോഡൽ ഏജൻസിയുടെ പേരാണ് ഇന്ത്യ സെമി കണ്ടക്ടർ മിഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇന്ത്യ സെമി കണ്ടക്ടർ മിഷൻ എന്ന് പറയുന്നത് നമ്മുടെ മിനിസ്ട്രി ഓഫ് ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻഫർമേഷൻ ടെക്നോളജിയുടെ കീഴിൽ വരുന്ന ഡിജിറ്റൽ ഇന്ത്യ കോർപ്പറേഷൻ എന്ന് പറയുന്ന ഒരു കോർപ്പറേഷൻ ഉണ്ട്. ആ ഡിജിറ്റൽ ഇന്ത്യ കോർപ്പറേഷനകത്ത് എസ്റ്റാബ്ലിഷ് ചെയ്യപ്പെട്ടിട്ടുള്ള ഒരു ഇൻഡിപെൻഡൻറ്റ് ബിസിനസ് ഡിവിഷനാണ് ഇന്ത്യ സെമി കണ്ടക്ടർ മിഷൻ എന്ന് പറയുന്നത്. ഇവരാണ് ഈ നേരത്തെ പറഞ്ഞ ഈ പദ്ധതി ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത്. അതിൻ്റെ നോഡൽ ഏജൻസി ഇവരാണെന്ന് മനസ്സിലാക്കുക. അപ്പോൾ ഈ പദ്ധതിക്കകത്ത് പ്രധാനമായിട്ടുള്ളത് ഈ പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ സെമി കണ്ടക്ടേഴ്സ് അതുപോലെ തന്നെ ഡിസ്പ്ലേസിൻ്റെ മാനുഫാക്ചറിങ്. ഇപ്പോൾ സെമി കണ്ടക്ടേഴ്സിൻ്റെ മാനുഫാക്ചർ ചെയ്യുന്ന ലബോറട്ടറീസിനെയാണ് നമ്മൾ സെമി കണ്ടക്ടർ ഫാബ്സ് എന്ന് പറയാം. ഡിസ്പ്ലേസ് മാനുഫാക്ചർ ചെയ്യുന്ന നമ്മൾ മൊബൈൽ ഫോൺസിലും അതുപോലെ തന്നെ ലാപ്ടോപ്സിലും ഈ പറയുന്ന ടാബ്ലറ്റ്സിലൊക്കെ യൂസ് ചെയ്യുന്ന ഡിസ്പ്ലേസ് മാനുഫാക്ചർ ചെയ്യുന്ന യൂണിറ്റ്സിനെ ഡിസ്പ്ലേ ഫാബ്സ് എന്നാണ് വിളിക്കുക. അപ്പോൾ ഇത്തരത്തിലുള്ള സെമി കണ്ടക്ടേഴ്സ്, ഡിസ്പ്ലേ ഫാബ്സ്, ഈ സെമി കണ്ടക്ടേഴ്സ് അതുപോലെ തന്നെ ഡിസ്പ്ലേസ്, ഇതിൻ്റെ മാനുഫാക്ചറിങ്, അസംബ്ലിങ് പോലുള്ള കാര്യങ്ങളിൽ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുന്ന ആളുകൾക്ക് ഫിനാൻഷ്യൽ സപ്പോർട്ട് കൊടുക്കുക, അതുവഴി കൂടുതൽ ഇൻവെസ്റ്റ്മെൻറ്റ് അട്രാക്റ്റ് ചെയ്യുക എന്നുള്ളൊരു ലക്ഷ്യത്തോടു കൂടിയിട്ടാണ് ഈ പദ്ധതി ഗവൺമെൻറ് അനൗൺസ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, ഇനി ഈ പറയുന്ന പദ്ധതിക്കകത്ത് വരുന്ന കോമ്പോണൻസ് നോക്കിക്കഴിഞ്ഞാൽ ഈ പദ്ധതിക്കകത്ത് പ്രധാനമായിട്ടും 4 കോമ്പോണൻസ് ആണ് വരുന്നത്. ഒന്നാമത്തത് സെമി കണ്ടക്ടർ ഫാബ്രിക്കേഷൻ യൂണിറ്റ്സ് അല്ലെങ്കിൽ സെമി കണ്ടക്ടർ ഫാബ്സ് ഇന്ത്യയിൽ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള സ്കീമാണ്, അല്ലെങ്കിൽ അതിനുള്ള ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് ആണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇത്തരത്തിൽ സെമി കണ്ടക്ടർ ഫാബ്സ് ഇന്ത്യയിൽ എസ്റ്റാബ്ലിഷ് ചെയ്യുന്ന ആളുകൾക്ക് അവരുടെ ഇൻവെസ്റ്റ്മെൻറ്റ് കോസ്റ്റിൻ്റെ അല്ലെങ്കിൽ ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ 50%, അവരുടെ പ്രൊജക്റ്റ് കോസ്റ്റിൻ്റെ 50% ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നുള്ള ഫിസിക്കൽ സപ്പോർട്ടായിട്ട് കിട്ടും. അപ്പോൾ എന്ന് വിചാരിച്ചിട്ട് ഇപ്പോൾ ഏതൊരാൾക്കും പോയിട്ട് ഞാനൊരു സെമി കണ്ടക്ടർ ഫാബ് സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്, 50% ഗവൺമെൻറ് സപ്പോർട്ട് കിട്ടുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങനെ കിട്ടില്ല. അത് ഫിനാൻഷ്യലി വയബിൾ ആയിരിക്കണം, ഇവർക്ക് അതിൻ്റെ ആവശ്യമായിട്ടുള്ള ടെക്നോളജി ഇവരുടെ കയ്യിലുണ്ടായിരിക്കണം. ഇങ്ങനെയുള്ള കുറേ ക്രൈറ്റീരിയാസ് ഉണ്ട്.
അത്തരത്തിലുള്ള ക്രൈറ്റീരിയാസ് മീറ്റ് ചെയ്യുന്ന കമ്പനീസ് ഇന്ത്യയിൽ സെമി കണ്ടക്ടർ ഫാബ്സ് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റിന് തയ്യാറാവുന്ന സമയത്ത് അവരുടെ പ്രൊജക്റ്റ് കോസ്റ്റിൻ്റെ 50% ഗവൺമെൻറ് ഫിസിക്കൽ സപ്പോർട്ടായിട്ട് അല്ലെങ്കിൽ ഫിനാൻഷ്യൽ സപ്പോർട്ടായിട്ട് കൊടുക്കും. രണ്ടാമത്തത് ഇതിന് സമാനമായിട്ടുള്ള രീതിയിൽ ഈ സെമി കണ്ടക്ടർ ഫാബ്സിന് ഫിസിക്കൽ സപ്പോർട്ട് കൊടുക്കുന്ന പോലെ തന്നെ ഡിസ്പ്ലേ ഫാബ്സിനും സമാനമായിട്ടുള്ള സപ്പോർട്ട് ഗവൺമെൻറ് കൊടുക്കും. ഇനി മൂന്നാമത്തത് ഈ 50% ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ഫിസിക്കൽ സപ്പോർട്ട്. അതായത് ഈ സെമി കണ്ടക്ടേഴ്സ് ഡിസ്പ്ലേ മാനുഫാക്ചറിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന മറ്റുള്ള ചില ബിസിനസ് മേഖലകളുണ്ട്. ഓക്കെ, ഇപ്പോൾ ഉദാഹരണത്തിന് സെറ്റിംഗ് അപ്പ് ഓഫ് കോമ്പൗണ്ട് സെമി കണ്ടക്ടേഴ്സ്, അല്ലെങ്കിൽ സിലിക്കൺ ഫോട്ടോണിക്സ്, അല്ലെങ്കിൽ സെൻസേഴ്സ് ഫാബ്, സെമി കണ്ടക്ടർ ATMP എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അസംബ്ലി ടെസ്റ്റിംഗ് മാർക്കറ്റിംഗ് ആൻഡ് പാക്കേജിംഗ് എന്നാണ്. അപ്പോൾ ഈ സെമി കണ്ടക്ടറുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നൊരു ബിസിനസ് മോഡലാണിത്. അതുപോലെ തന്നെ OSAT അല്ലെങ്കിൽ OSAT എന്ന് പറയും, ഔട്ട്സോഴ്സ്ഡ് സെമി കണ്ടക്ടർ അസംബ്ലി ആൻഡ് ടെസ്റ്റ് എന്ന് പറയും. ഇത്തരത്തിലുള്ള ഫെസിലിറ്റീസ്, ഇങ്ങനെയുള്ള ഫെസിലിറ്റീസ് എസ്റ്റാബ്ലിഷ് ചെയ്യുന്ന ആളുകൾക്കും 50%, അതായത് അവരുടെ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറിൻ്റെ 50% ഗവൺമെൻറ്റിൻ്റെ ഫിസിക്കൽ സപ്പോർട്ടായിട്ട് കിട്ടും. അതുപോലെ തന്നെ ഈ ഡിസ്ക്രീറ്റ് സെമി കണ്ടക്ടർ ഫാബ്സിനും ഇതേ രീതിയിലുള്ള ഫിനാൻഷ്യൽ സപ്പോർട്ട് കിട്ടും എന്ന് പറയുന്നുണ്ട്. അപ്പോൾ സെമി കണ്ടക്ടേഴ്സിൻ്റെയും അതുപോലെ തന്നെ ഡിസ്പ്ലേസിൻ്റെയും മാനുഫാക്ചറിങ്ങുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരുമാതിരിപ്പെട്ട എല്ലാ മേഖലകൾക്കും ഇത്തരത്തിലുള്ള ഫിനാൻഷ്യൽ സപ്പോർട്ട് അല്ലെങ്കിൽ ഫിസിക്കൽ സപ്പോർട്ട് ഗവൺമെൻറ് കൊടുക്കുന്നുണ്ട്. ആക്ച്വലി ഈ മൂന്നാമതായിട്ട് പറഞ്ഞിട്ടുള്ള ഈ ഒരു സ്കീമിനകത്ത് ഇനീഷ്യലി ഈ മോഡിഫൈഡ് സ്കീം വരുന്നതിന് മുമ്പ് ഇത് 30% ആയിരുന്നു ഗവൺമെൻറ് ഫിസിക്കൽ സപ്പോർട്ട് ഉണ്ടായിരുന്നത്. അത് ഈ മോഡിഫൈഡ് സ്കീം വന്നപ്പോഴാണ് അത് 50% ആയിട്ട് ഉയർത്തുന്നത്. പിന്നെ ഇതിനകത്ത് വരുന്ന നാലാമത്തെ കോമ്പോണൻ്റ് എന്ന് പറയുന്നത് ഡിസൈൻ ലിങ്ക്ഡ് ഇൻസെൻറ്റീവ് സ്കീമാണ്. അതായത് ഈ സെമി കണ്ടക്ടർ മാനുഫാക്ചറിങ് അല്ലാതെ ഇത് ഡിസൈൻ ചെയ്യുന്ന കമ്പനീസ് ഉണ്ടാവും. സെമി കണ്ടക്ടർ ഡിസൈനിങ് കമ്പനീസിന് അവർക്ക് ഡിസൈൻ ലിങ്ക്ഡ് ഇൻസെൻറ്റീവ് സ്കീമിൻ്റെ ഭാഗമായിട്ട് അവരുടെ നെറ്റ് സെയിൽസിൻ്റെ ഒക്കെ കുറച്ച് ഭാഗം ഗവൺമെൻറ് ഇൻസെൻറ്റീവായിട്ട് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സോ ഇതാണ് ഈ പദ്ധതിക്കകത്ത് വരുന്ന 4 കോമ്പോണൻസ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് അടുത്തതായിട്ട് ഡിസ്കസ് ചെയ്യാനുള്ള ടോപ്പിക്ക് INS അരിഘട്ട് എന്ന് പറയുന്ന ഇന്ത്യയുടെ പുതിയ ന്യൂക്ലിയർ പവേർഡ് ബാലിസ്റ്റിക് മിസൈൽ സബ്മറീനെ കുറിച്ചാണ്. അപ്പോൾ ഇന്ത്യയുടെ രണ്ടാമത്തെ തദ്ദേശീയമായി വികസിപ്പിച്ചിട്ടുള്ള SSBN ആയിട്ടുള്ള INS അരിഘട്ട് ഇന്നലെ ഇന്ത്യൻ നേവിയിലേക്ക് കമ്മീഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ വലിയ ഫാൻഫെയർ ഒന്നും ഇല്ലാതെ നടത്തിയിട്ടുള്ള ഒരു ഇവൻ്റ് ആയിരുന്നെങ്കിലും വളരെ സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ളൊരു ഇവൻ്റാണ് ഈ രണ്ടാമത്തെ ന്യൂക്ലിയർ പവേർഡ് ബാലിസ്റ്റിക് മിസൈൽ സബ്മറീൻ കമ്മീഷൻ ചെയ്തു എന്നുള്ളത്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ടുള്ളൊരു വാർത്ത ഇന്നത്തെ ഇന്ത്യൻ എക്സ്പ്രസിൻ്റെ പേജ് 6-ലും അതുപോലെ തന്നെ ഇന്നത്തെ ഹിന്ദുവിലും വന്നിട്ടുണ്ട്. ആ ഒരു കോണ്ടെക്സ്റ്റിലാണ് ഈ INS അരിഘട്ടിനെ കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. സോ ഈ INS അരിഘട്ട് എന്ന് പറയുന്നത് ബേസിക്കലി ഇതൊരു SSBN ആണെന്ന് മനസ്സിലാക്കി. SSBN എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സബ്മേഴ്സിബിൾ ഷിപ്പ് ബാലിസ്റ്റിക് ന്യൂക്ലിയർ എന്നാണ് അതിൻ്റെ ഫുൾ ഫോം. അല്ലെങ്കിൽ സിംപ്ലി പറഞ്ഞു കഴിഞ്ഞാൽ ന്യൂക്ലിയർ പവേർഡ് ബാലിസ്റ്റിക് മിസൈൽ സബ്മറീൻസ് എന്ന് പറയും. അപ്പോൾ നമുക്ക് സബ്മറീൻസിനെ ബേസിക്കലി അവരുടെ പ്രൊപ്പൽഷൻ സിസ്റ്റം വെച്ചിട്ട് രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാൻ പറ്റും. കൺവെൻഷണൽ സബ്മറീൻസ് എന്നും ന്യൂക്ലിയർ സബ്മറീൻസ് എന്നും. കൺവെൻഷണൽ സബ്മറീൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഇന്ത്യയുടെ സ്കോർപിയൻ ക്ലാസ് സബ്മറീൻസ് ഒക്കെ പോലെ ഡീസൽ ഉപയോഗിച്ചുകൊണ്ട് ബാറ്ററീസ് ചാർജ് ചെയ്ത് പ്രവർത്തിക്കുന്ന സബ്മറീൻസ് ആണ്. അതിനാണ് ഡീസൽ ഇലക്ട്രിക് സബ്മറീൻസ് അല്ലെങ്കിൽ കൺവെൻഷനലി പവേർഡ് സബ്മറീൻസ് എന്ന് പറയും. ഇനി ന്യൂക്ലിയർ പ്രൊപ്പൽഷൻ യൂസ് ചെയ്യുന്ന സബ്മറീൻസ് ഉണ്ടാവും. അതായത് ഒരു ന്യൂക്ലിയർ റിയാക്ടർ വെച്ചുകൊണ്ട് ഇവർക്ക് വേണ്ട പവർ പ്രൊഡ്യൂസ് ചെയ്യുന്ന സബ്മറീൻസ് ഉണ്ടാവും. അതിനെയാണ് ന്യൂക്ലിയർ സബ്മറീൻസ് എന്ന് പറയുക. അപ്പോൾ ന്യൂക്ലിയർ സബ്മറീൻസ് കൺവെൻഷണൽ സബ്മറീൻസുമായിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്തുള്ള അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർക്ക് ഈ ബാറ്ററി റീചാർജ് ചെയ്യാനോ അല്ലെങ്കിൽ റീഫ്യൂലിങ്ങിനൊന്നും വേണ്ടിയിട്ട് ഒരിക്കലും സർഫസ് ചെയ്യേണ്ടി വരില്ല. ഇത് ക്രൂവിനെ മാറ്റാനോ അല്ലെങ്കിൽ ഇവർക്ക് വേണ്ട സപ്ലൈസ് എത്തിക്കാനോ വേണ്ടി മാത്രം സർഫസ് ചെയ്താൽ മതി. അപ്പോൾ മാസങ്ങളോളം ഇവർക്ക് അണ്ടർ സീ ഓപ്പറേഷൻസ് കണ്ടക്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ നിയർലി ഡിറ്റക്ട് ചെയ്യാൻ ഭയങ്കര ഡിഫിക്കൽട്ടായിട്ടുള്ള, നമുക്ക് ലോകത്തിൽ എവിടെ വേണമെങ്കിലും സഞ്ചരിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഇൻഡെഫിനിറ്റ് ആയിട്ട് റേഞ്ച് ഉള്ള സബ്മറീൻസ് ആണ് ന്യൂക്ലിയർ പവേർഡ് സബ്മറീൻസ്. അപ്പോൾ ഈ ന്യൂക്ലിയർ പവേർഡ് സബ്മറീൻസിനെ നമുക്ക് മിഷൻസിൻ്റെ അടിസ്ഥാനത്തിൽ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാൻ പറ്റും. ഒന്ന് SSN ആണ്. SSN എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സബ്മേഴ്സിബിൾ ഷിപ്പ് ന്യൂക്ലിയർ എന്നാണ്. അതായത് ന്യൂക്ലിയർ പവേർഡ് ആയിട്ടുള്ള അറ്റാക്ക് സബ്മറീൻസ് ഉണ്ടാവും. മറ്റുള്ള സബ്മറീൻസിനെ ആക്രമിക്കാനും ഷിപ്പുകൾ ആക്രമിക്കാനൊക്കെ യൂസ് ചെയ്യുന്ന ന്യൂക്ലിയർ പവേർഡ് ആയിട്ടുള്ള സബ്മറീൻസ് ഉണ്ടാവും. ഇപ്പോൾ ഇന്ത്യയുടെ കയ്യിൽ SSNs ഇല്ല. രണ്ടാമത്തത് SSBNs ആണ്. SSBNs എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാലിസ്റ്റിക് മിസൈൽസ് ലോഞ്ച് ചെയ്യാൻ കേപ്പബിൾ ആയിട്ടുള്ള ന്യൂക്ലിയർ പവേർഡ് സബ്മറീൻസിനെയാണ് നമ്മൾ SSBN അല്ലെങ്കിൽ ബാലിസ്റ്റിക് മിസൈൽ ന്യൂക്ലിയർ സബ്മറീൻ എന്ന് പറയാം. അപ്പോൾ ഇന്ന് ലോകത്തിൽ വെറും 6 രാജ്യങ്ങളുടെ കയ്യിൽ മാത്രമേ ഇത്തരത്തിലുള്ള SSBNs ഉള്ളൂ. ഓക്കെ, അത് ഒന്ന് നമ്മൾ P5 എന്ന് വിളിക്കുന്ന UN സെക്യൂരിറ്റി കൗൺസിലിലെ പെർമനൻറ്റ് മെമ്പേഴ്സ് ആയിട്ടുള്ള 5 രാജ്യങ്ങളാണ്. ബ്രിട്ടൻ, ഫ്രാൻസ്, അതുപോലെ തന്നെ റഷ്യ, ചൈന, USA. പിന്നെ ഈ P5ൻ്റെ പുറത്ത് സ്വന്തമായിട്ട് ന്യൂക്ലിയർ പവേർഡ് ബാലിസ്റ്റിക് മിസൈൽ സബ്മറീൻ ഡെവലപ്പ് ചെയ്തിട്ടുള്ള ഒരു രാജ്യം ഇന്ത്യയാണ്. അപ്പോൾ ഇതൊരു SSBN ആണെന്ന് മനസ്സിലാക്കുക. ഇതിൻ്റെ പർപ്പസ്
ബാലിസ്റ്റിക് മിസൈൽ ലോഞ്ച് ചെയ്യാൻ കേപ്പബിൾ ആയിട്ടുള്ള ന്യൂക്ലിയർ പവേർഡ് സബ്മറീൻ ആണെന്ന് മനസ്സിലാക്കുക. അപ്പോൾ ഇന്ത്യക്ക് നേരത്തെ ഒരു അഡ്വാൻസ്ഡ് ടെസ്റ്റ് വെഹിക്കിൾ പ്രൊജക്റ്റ് എന്ന് പറയുന്ന ഒരു പ്രൊജക്റ്റ് ഉണ്ട്. 1980കളിൽ ഇന്ദിരാഗാന്ധിയുടെ സമയത്ത് ആരംഭിച്ചിട്ടുള്ള ഒരു പ്രൊജക്റ്റാണ്. ആ പ്രൊജക്റ്റിൻ്റെ ഭാഗമായിട്ട് ഇന്ത്യ ഡെവലപ്പ് ചെയ്തിട്ടുള്ള ഈ പ്രൊജക്റ്റിൻ്റെ പർപ്പസ് എന്ന് പറയുന്നത് ഒരു ന്യൂക്ലിയർ പവേർഡ് ആയിട്ടുള്ള സബ്മറീൻ ഡെവലപ്പ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഈ പ്രൊജക്റ്റിൻ്റെ ഭാഗമായിട്ട് ഇന്ത്യ ഡെവലപ്പ് ചെയ്തിട്ടുള്ള ആദ്യത്തെ SSBN ആണ് INS അരിഹന്ത് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ ATV പ്രൊജക്റ്റിൻ്റെ ഭാഗമായിട്ടാണ് INS അരിഹന്ത് എന്ന് പറയുന്ന ഇന്ത്യയുടെ ഫസ്റ്റത്തെ ബാലിസ്റ്റിക് മിസൈൽ ന്യൂക്ലിയർ പവേർഡ് സബ്മറീൻ നമ്മൾ ഡെവലപ്പ് ചെയ്യുന്നത്. ആ അരിഹന്ത് എന്ന് പറയുന്നത് അരിഹന്ത് ക്ലാസ് സബ്മറീൻസിനകത്തുള്ള ഫസ്റ്റ് ഷിപ്പാണ്. അപ്പോൾ ഈ അരിഹന്ത് ക്ലാസ്സിനകത്തുള്ള ഈ ആദ്യത്തെ ഷിപ്പായിട്ടുള്ള INS അരിഹന്ത് 2016 നമ്മൾ കമ്മീഷൻ ചെയ്യുന്നത്. ഇതാണ് ഇന്ത്യയുടെ ആദ്യത്തെ ന്യൂക്ലിയർ പവേർഡ് ബാലിസ്റ്റിക് മിസൈൽ സബ്മറീൻ എന്ന് പറയുന്നത്. ഈ അരിഹന്ത് ക്ലാസ്സിനകത്തുള്ള രണ്ടാമത്തെ ഷിപ്പാണ് ഈ INS അരിഘട്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് നമ്മുടെ വിശാഖപട്ടണത്തുള്ള ഷിപ്പ് ബിൽഡിംഗ് സെൻറ്റർ വിശാഖപട്ടണം എന്നറിയപ്പെടുന്ന എസ്റ്റാബ്ലിഷ്മെൻ്റ് ആണ് ഈ സബ്മറീൻ ബിൽഡ് ചെയ്തിട്ടുള്ളത്. ഇനി ഈ പറയുന്ന ബാലിസ്റ്റിക് മിസൈൽ ന്യൂക്ലിയർ പവേർഡ് സബ്മറീൻസിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് നമ്മുടെ ന്യൂക്ലിയർ ട്രയാഡിനകത്തുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കോമ്പോണൻ്റ് ആണ് ഈ പറയുന്ന ബാലിസ്റ്റിക് മിസൈൽ ലോഞ്ച് ചെയ്യാൻ കേപ്പബിൾ ആയിട്ടുള്ള ന്യൂക്ലിയർ പവേർഡ് സബ്മറീൻസ് എന്ന് പറയുന്നത്. ഇപ്പോൾ ന്യൂക്ലിയർ ട്രയാഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മേ ബി നിങ്ങൾക്ക് അറിയാമായിരിക്കും. അതായത് നമുക്ക് ലാൻഡിൽ നിന്നും എയറിൽ നിന്നും അണ്ടർ വാട്ടറിൽ നിന്നും ന്യൂക്ലിയർ വെപ്പൺസ് ലോഞ്ച് ചെയ്യാനുള്ള കേപ്പബിലിറ്റി ഉണ്ടെങ്കിൽ അതിനെയാണ് ന്യൂക്ലിയർ ട്രയാഡ് എന്ന് പറയാം. അപ്പോൾ നമുക്കൊരു അഷ്യോർഡ് ആയിട്ടുള്ള സെക്കൻഡ് സ്ട്രൈക്ക് കേപ്പബിലിറ്റി വേണമെങ്കിൽ, അതായത് നമ്മുടെ ശത്രു രാജ്യം നമുക്കെതിരായിട്ട് ന്യൂക്ലിയർ അറ്റാക്ക് നടത്തി ആ ന്യൂക്ലിയർ അറ്റാക്കിനെ നമ്മുടെ ന്യൂക്ലിയർ വെപ്പൺസ് സർവൈവ് ചെയ്ത് തിരിച്ച് അവരെ ന്യൂക്ലിയർ വെപ്പൺസ് യൂസ് ചെയ്ത് അറ്റാക്ക് ചെയ്യാൻ പറ്റുന്നതിനെയാണ് അഷ്യോർഡ് സെക്കൻഡ് സ്ട്രൈക്ക് കേപ്പബിലിറ്റി എന്ന് പറയുക. ഈ അഷ്യോർഡ് സെക്കൻഡ് സ്ട്രൈക്ക് കേപ്പബിലിറ്റി ഉറപ്പുവരുത്തണമെങ്കിൽ വി നീഡ് ടു ഹാവ് എ ന്യൂക്ലിയർ ട്രയാഡ്. ലോകത്തിലെ അപൂർവം ചില രാജ്യങ്ങൾക്ക് മാത്രമേ ഈ ന്യൂക്ലിയർ ട്രയാഡ് ഉള്ളൂ. അപ്പോൾ ഈ ന്യൂക്ലിയർ ട്രയാഡിനകത്ത് ഇപ്പോൾ നമുക്ക് ലാൻഡ് ബേസ്ഡ് സിസ്റ്റംസ് ആയിട്ട് ഇന്ത്യയുടെ കയ്യിൽ ഈ അഗ്നി, പൃഥ്വിയൊക്കെ പോലുള്ള ബാലിസ്റ്റിക് മിസൈൽസ് ഉണ്ട്. എയർ സിസ്റ്റംസിൻ്റെ ഭാഗമായിട്ട് ഇപ്പോൾ ഈ മിറാഷ് 2000 ഒക്കെ പോലുള്ള എയർക്രാഫ്റ്റുകളിൽ നിന്ന് ലോഞ്ച് ചെയ്യാൻ പറ്റുന്ന ന്യൂക്ലിയർ ബോംബ്സ് ഉണ്ടാവും. അതുപോലെ തന്നെ ഇതിൻ്റെ അണ്ടർ വാട്ടർ കോമ്പോണൻ്റ് ആണ് അല്ലെങ്കിൽ സബ് സർഫസ് കോമ്പോണൻ്റ് ആണ് ഈ ന്യൂക്ലിയർ പവേർഡ് ബാലിസ്റ്റിക് മിസൈൽ സബ്മറീൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് ഇന്ത്യയുടെ ന്യൂക്ലിയർ ട്രയാഡ് കംപ്ലീറ്റ് ആവുന്നത് ഈ 2016 INS അരിഹന്ത് കമ്മീഷൻ ചെയ്തതോടു കൂടിയിട്ടാണ്. ഇനി പറയുന്ന INS അരിഹന്തിൽ നിന്നും INS അരിഘട്ടിൽ നിന്നൊക്കെ അല്ലെങ്കിൽ ഈ ന്യൂക്ലിയർ പവേർഡ് ആയിട്ടുള്ള ബാലിസ്റ്റിക് മിസൈൽ സബ്മറീൻസിൽ നിന്ന് ലോഞ്ച് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള മിസൈൽസ് നമുക്ക് ഡെവലപ്പ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഓക്കെ, അതിനെയാണ് നമ്മൾ SLBM അല്ലെങ്കിൽ സബ്മറീൻ ലോഞ്ച്ഡ് ബാലിസ്റ്റിക് മിസൈൽസ് എന്ന് വിളിക്കുക. അപ്പോൾ ഇന്ത്യ ഡെവലപ്പ് ചെയ്തിട്ടുള്ള ഇപ്പോൾ ഈ പറയുന്ന INS അരിഹന്തിലും INS അരിഘട്ടിലൊക്കെ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് ഇന്ത്യ ഡെവലപ്പ് ചെയ്തിട്ടുള്ള രണ്ട് സബ്മറീൻ ലോഞ്ച്ഡ് ബാലിസ്റ്റിക് മിസൈൽസ് ആണ്. അതായത് ന്യൂക്ലിയർ വാർ ഹെഡ്സ് ക്യാരി ചെയ്യാൻ കേപ്പബിൾ ആയിട്ടുള്ള സബ്മറീൻ ലോഞ്ച്ഡ് ബാലിസ്റ്റിക് മിസൈൽസ് ആണ്. ഒന്ന് K-15 അല്ലെങ്കിൽ സാഗരിക എന്ന് പറയുന്നൊരു മിസൈലുണ്ട്. ഇതൊരു ഷോർട്ട് റേഞ്ച് SLBM ആണ്. ഏകദേശം 750 കിലോമീറ്റർ ആണ് ഇതിൻ്റെ റേഞ്ച്. പിന്നെ അതുപോലെ തന്നെ K-4 എന്ന് പറയുന്ന മറ്റൊരു മിസൈലുണ്ട്. ഇതൊരു ഇൻ്റർമീഡിയറ്റ് റേഞ്ച് ബാലിസ്റ്റിക് മിസൈലാണ്. ഏകദേശം 4000 കിലോമീറ്റർ വരെ ട്രാവൽ ചെയ്യാൻ കേപ്പബിൾ ആയിട്ടുള്ള ഒരു ബാലിസ്റ്റിക് മിസൈലാണ് K-4. അപ്പോൾ ഈ K-4ൻ്റെ ഡിപ്ലോയ്മെൻറ്റിനെ കുറിച്ച് ഇപ്പോഴും കൃത്യമായിട്ടുള്ള ഇൻഫർമേഷൻ ഒന്നും അവൈലബിൾ അല്ലെങ്കിലും ഈ K-15 സാഗരിക എന്ന് പറയുന്ന മിസൈൽ ഇതിനകത്തൊക്കെ ഡിപ്ലോയ് ചെയ്തതായിട്ടുള്ള വാർത്തകൾ വരാറുണ്ട്. അപ്പോൾ ഇതാണ് INS അരിഘട്ടിൻ്റെ കേസിൽ പറയാനുള്ളത്. ഇതിനകത്ത് ഓർത്തിരിക്കേണ്ട മറ്റൊരു കേസ് എന്ന് പറയുന്നത് ഇപ്പോൾ ഈ INS അരിഘട്ട് കമ്മീഷൻ ചെയ്ത അതേ സമയത്ത് തന്നെ ഈ അരിഹന്ത് ക്ലാസ്സിനകത്തുള്ള 3ാമത്തെയും 4ാമത്തെയും ഷിപ്പ് ഇപ്പോൾ കൺസ്ട്രക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടെന്നും അറിഞ്ഞിരിക്കുക. ഇനി നമുക്ക് അടുത്തതായിട്ട് ഡിസ്കസ് ചെയ്യാനുള്ള ടോപ്പിക്ക് ഷാങ്ഹായ് കോപ്പറേഷൻ ഓർഗനൈസേഷനെ കുറിച്ചാണ് അല്ലെങ്കിൽ SCOയെ കുറിച്ചാണ്. അപ്പോൾ ഇപ്രാവശ്യത്തെ ഷാങ്ഹായ് കോപ്പറേഷൻ ഓർഗനൈസേഷൻ്റെ ഹെഡ്സ് ഓഫ് സ്റ്റേറ്റ് അല്ലെങ്കിൽ കൗൺസിൽ ഓഫ് ഹെഡ്സ് ഓഫ് ഗവൺമെൻറ് സമ്മിറ്റ് നടക്കാൻ പോകുന്നത് ഈ SCOയുടെ ഹയസ്റ്റ് ഡിസിഷൻ മേക്കിംഗ് ബോഡിയാണ്. അത് നടക്കാൻ പോകുന്നത് ഇപ്രാവശ്യം പാകിസ്ഥാനിൽ വെച്ചിട്ടാണ്. അപ്പോൾ അതിൽ പങ്കെടുക്കുന്നതിന് വേണ്ടിയിട്ട് ഈ ഒക്ടോബറിൽ നടക്കാൻ പോകുന്ന ഈ ഹെഡ്സ് ഓഫ് ഗവൺമെൻറ് അല്ലെങ്കിൽ കൗൺസിൽ ഓഫ് ഹെഡ്സ് ഓഫ് ഗവൺമെൻറ്റിൽ പങ്കെടുക്കുന്നതിന് വേണ്ടിയിട്ട് നരേന്ദ്രമോദിയെ പാകിസ്ഥാൻ ഗവൺമെൻറ് ഇൻവൈറ്റ് ചെയ്തതായിട്ടുള്ളൊരു വാർത്ത ഇന്നത്തെ ഇന്ത്യൻ എക്സ്പ്രസ്സിലും അതുപോലെ തന്നെ ഹിന്ദുവിലും വന്നിട്ടുണ്ട്. ആ ഒരു കോണ്ടെക്സ്റ്റിലാണ് നമ്മൾ SCOനെ കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നത്. സോ SCO അല്ലെങ്കിൽ ഷാങ്ഹായ് കോപ്പറേഷൻ ഓർഗനൈസേഷൻ അല്ലെങ്കിൽ ഷാങ്ഹായ് പാക്ട് എന്ന് പറയുന്നത് ഒരു യൂറേഷ്യൻ പൊളിറ്റിക്കൽ, എക്കണോമിക് ആൻഡ് സെക്യൂരിറ്റി അലയൻസ് ആണെന്ന് മനസ്സിലാക്കുക. ഇത് ചൈനയുടെ തലസ്ഥാനമായിട്ടുള്ള ബീജിങ്ങിലാണ് ഇവരുടെ ഹെഡ് ക്വാർട്ടേഴ്സ് ലൊക്കേറ്റ് ചെയ്തിട്ടുള്ളത്. ഇത് 2001 ഷാങ്ഹായിൽ വെച്ചിട്ട് ചൈന, കസാക്കിസ്ഥാൻ, കിർഗിസ്ഥാൻ, റഷ്യ, താജിക്കിസ്ഥാൻ, ഉസ്ബെക്കിസ്ഥാൻ എന്നീ 5 രാജ്യങ്ങൾ ചേർന്നിട്ടാണ് ഈ സംഘടനയ്ക്ക് രൂപം നൽകുന്നത്. ഓക്കെ, അതായത് നമ്മുടെ സെൻട്രൽ ഏഷ്യൻ റിപ്പബ്ലിക്കുകളായിട്ടുള്ള കസാക്കിസ്ഥാനും കിർഗിസ്ഥാനും താജിക്കിസ്ഥാനും ഉസ്ബെക്കിസ്ഥാനും അതുപോലെ തന്നെ ചൈനയും റഷ്യയും, ഓക്കെ 5 അല്ല 6 രാജ്യങ്ങൾ ചേർന്നിട്ടാണ് ഇത് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്. ഇത് നേരത്തെ 1990കളിലൊക്കെ ഈ ചൈനയുടെ നേതൃത്വത്തിൽ
ഒരു ഷാങ്ഹായ് 5 എന്ന് പറയുന്നൊരു ഗ്രൂപ്പിംഗ് ഉണ്ടായിരുന്നു. ചൈന, റഷ്യ, അതുപോലെ തന്നെ കസാക്കിസ്ഥാൻ, കിർഗിസ്ഥാൻ, താജിക്കിസ്ഥാൻ, ഈ 5 രാജ്യങ്ങൾ ചേരുന്ന ഒരു ഷാങ്ഹായ് 5 എന്ന് പറയുന്നൊരു ഗ്രൂപ്പിംഗ് ഉണ്ടായിരുന്നു. അതിനകത്ത് ഉസ്ബെക്കിസ്ഥാനെയും കൂടി ആഡ് ചെയ്തിട്ടാണ് ഈ 2000-ൻ്റെ തുടക്കത്തിൽ ഷാങ്ഹായ് കോപ്പറേഷൻ ഓർഗനൈസേഷൻ നിലവിൽ വരുന്നത്. പിന്നീട് 2017 അസ്താന സമ്മിറ്റിനകത്ത്, അല്ലെങ്കിൽ 2017 SCOയുടെ അസ്താന സമ്മിറ്റിൻ്റെ സമയത്ത് ഇന്ത്യയും പാകിസ്ഥാനും ഇതിലെ അംഗരാജ്യങ്ങളായിട്ടുണ്ട്. അതുപോലെ തന്നെ കഴിഞ്ഞ വർഷം ഇറാനും കൂടി ഇതിലെ ഒരു മെമ്പർ സ്റ്റേറ്റ് ആയിട്ട് മാറിയിട്ടുണ്ട്. അതോടുകൂടിയിട്ട് ഇതിലെ മെമ്പേഴ്സിൻ്റെ എണ്ണം ഇപ്പോൾ 9 ഉയർന്നിട്ടുണ്ട്. ഇനി അഫ്ഗാനിസ്ഥാൻ, ബെലാറസ്, മംഗോളിയ എന്നീ രാജ്യങ്ങൾ ഇതിനകത്ത് ഒബ്സർവേഴ്സ് ആണെന്ന് മനസ്സിലാക്കുക. ഇവരുടെ ഹയസ്റ്റ് ഡിസിഷൻ മേക്കിംഗ് ബോഡി എന്ന് പറയുന്നത് ദ ഹെഡ്സ് ഓഫ് സ്റ്റേറ്റ് കൗൺസിൽ അല്ലെങ്കിൽ ഹെഡ്സ് ഓഫ് ഗവൺമെൻറ് കൗൺസിലാണ്. ഇത് വർഷാവർഷമാണ് ഇവരുടെ മീറ്റിംഗ് നടക്കാറുള്ളത്. സോ ഇത് ബേസിക്കലി ഒരു അലയൻസ് ഓഫ് ദി ഈസ്റ്റ് എന്നുള്ള പേരിൽ ഒക്കെ അറിയപ്പെടുന്ന, അല്ലെങ്കിൽ പണ്ട് ഇന്ത്യയൊക്കെ ഇതിനകത്ത് ജോയിൻ ചെയ്യുന്നതിന് മുമ്പ് ചില US മീഡിയാസൊക്കെ ഇതിനെ റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരുന്നത് ഒരു ചൈനയുടെ നേറ്റോ ആണ് എന്നുള്ള രീതിയിലാണ്, അല്ലെങ്കിൽ ചൈന ലീഡ് ചെയ്യുന്ന ഒരു മിലിറ്ററി അലയൻസ് ആണ്, ഒരു പൊട്ടൻഷ്യൽ മിലിറ്ററി അലയൻസ് ആണെന്നുള്ള രീതിയിലാണ്. പക്ഷേ ഇന്ത്യയൊക്കെ ജോയിൻ ചെയ്തതിന് ശേഷം ബേസിക്കലി നമ്മുടെ ഈസ്റ്റേൺ ഭാഗത്ത്, ലോകത്തിൻ്റെ ഈസ്റ്റേൺ സൈഡിൽ ലൊക്കേറ്റ് ചെയ്തിട്ടുള്ള രാജ്യങ്ങളുടെ ഒരു ഗ്രൂപ്പിംഗ് ആയിട്ടാണ് ഇതിനെ കണക്കാക്കുന്നത്. ഇനി അതുപോലെ തന്നെ ഇൻ ടേംസ് ഓഫ് ടെറിട്ടറിയും അതുപോലെ തന്നെ ഇൻ ടേംസ് ഓഫ് പോപ്പുലേഷനും നോക്കിക്കഴിഞ്ഞാൽ ലോകത്തിലെ ഏറ്റവും വലിയ റീജിയണൽ ഓർഗനൈസേഷനാണ് SCO എന്ന് പറയുന്നത്. ഈ യൂറേഷ്യയുടെ ഏകദേശം 3/5 ഭാഗവും ഇത് കവർ ചെയ്യുന്നുണ്ട്. ലോകത്തിൻ്റെ ടോട്ടൽ പോപ്പുലേഷൻ 50% കൂടുതലുള്ളതും ഈ സംഘടനയുടെ ഭാഗമായിട്ടുള്ള രാജ്യങ്ങളിലാണ്. ഇനി ഈ ഷാങ്ഹായ് കോപ്പറേഷൻ ഓർഗനൈസേഷൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഇനീഷ്യേറ്റീവുകളിലൊന്നാണ് റീജിയണൽ ആൻറ്റി ടെററിസം സ്ട്രക്ചർ, അല്ലെങ്കിൽ റാറ്റ്സ് എന്ന് പറയുന്നത്. ഇത് 2004 എസ്റ്റാബ്ലിഷ് ചെയ്യപ്പെടുന്നത്. ഉസ്ബെക്കിസ്ഥാനിലെ താഷ്കൻഡിലാണ് ഈ റാറ്റ്സിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ് ലൊക്കേറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ SCOയുടെ ഭാഗമായിട്ട് പ്രവർത്തിക്കുന്ന ഒരു ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള ഒരു ഗ്രൂപ്പിംഗ് അല്ലെങ്കിൽ ഒരു ഏജൻസിയാണ് റീജിയണൽ ആൻറ്റി ടെററിസം സ്ട്രക്ചർ എന്ന് പറയുന്നത്. സോ ബേസിക്കലി ഇതിൻ്റെ പർപ്പസ് എന്ന് പറയുന്നത് ഈ മെമ്പർ സ്റ്റേറ്റുകൾക്കിടയിൽ ടെററിസം, സെപ്പറേറ്റിസം, എക്സ്ട്രീമിസം പോലുള്ള മേഖലകളിൽ പരസ്പര സഹകരണം വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ റാറ്റ്സ് പ്രവർത്തിക്കുന്നത്. ഇനി സംഘടനയുടെ ഒഫീഷ്യൽ വർക്കിംഗ് ലാംഗ്വേജ് എന്ന് പറയുന്നത് ചൈനീസും അതുപോലെ തന്നെ റഷ്യനുമാണ്. 2023 കഴിഞ്ഞ വർഷത്തെ സമ്മിറ്റ് ഇന്ത്യ ആയിരുന്നു ഹോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇനി നമുക്ക് അടുത്തതായിട്ട് ഡിസ്കസ് ചെയ്യാനുള്ള ടോപ്പിക്ക് കൊളംബോ സെക്യൂരിറ്റി കോൺക്ലേവിനെ കുറിച്ചാണ്. അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ നമ്മളിതിന് മുമ്പും ഒന്ന് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഇത് വീണ്ടും പറയാനുള്ള കാരണം ഇന്ത്യയുടെ നാഷണൽ സെക്യൂരിറ്റി അഡ്വൈസർ ആയിട്ടുള്ള അജിത് ദോവൽ ഇപ്പോൾ കൊളംബോയിൽ ഒരു വിസിറ്റ് നടത്തിയതിനെ കുറിച്ചുള്ള വാർത്ത ഇന്നത്തെ ഹിന്ദുവിലുണ്ട്. സോ ഈ കൊളംബോ സെക്യൂരിറ്റി കോൺക്ലേവിൻ്റെ 2024 എഡിഷനിൽ എടുത്തിട്ടുള്ള തീരുമാനങ്ങളുടെ ഒരു ഫോളോ അപ്പ് ആയിട്ടാണ് അദ്ദേഹം വിസിറ്റ് നടത്തുന്നതെന്നാണ് പറയുന്നത്. പക്ഷേ ശ്രീലങ്കയിൽ ഇപ്പോൾ പ്രസിഡൻഷ്യൽ ഇലക്ഷൻ നടക്കാനിരിക്കെ ഈ നാഷണൽ സെക്യൂരിറ്റി അഡ്വൈസർ അവിടെ വിസിറ്റ് ചെയ്തതിന് സിഗ്നിഫിക്കൻസ് ഉണ്ടെന്ന് മനസ്സിലാക്കുക. അപ്പോൾ ഈ കൊളംബോ സെക്യൂരിറ്റി കോൺക്ലേവ് എന്ന് പറയുന്നത് നമ്മുടെ ഇന്ത്യൻ ഓഷ്യൻ റീജിയനിലുള്ള ഒരു 5 രാജ്യങ്ങളുടെ നാഷണൽ സെക്യൂരിറ്റി അഡ്വൈസർ ലെവലിൽ നടക്കുന്ന ഒരു സെക്യൂരിറ്റി കോൺക്ലേവ് ആണ്, അല്ലെങ്കിൽ സെക്യൂരിറ്റി കോപ്പറേഷനുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂഷണൽ മെക്കാനിസം ആണെന്ന് മനസ്സിലാക്കുക. ഇത് ബേസിക്കലി സ്റ്റാർട്ടിങ്ങിൽ 2011 ഇന്ത്യ, മാൽദീവ്സ്, ശ്രീലങ്ക എന്നീ 3 രാജ്യങ്ങൾ ചേർന്നുകൊണ്ടുള്ള ഒരു ട്രൈലാറ്ററൽ മീറ്റിംഗ് ആയിട്ടാണ് ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കെ, പിന്നീട് ഇതിനകത്ത് മൗറീഷ്യസും കൂടി ആഡ് ചെയ്തപ്പോഴാണ്, അതായത് ഇതിൻ്റെ കൂടെ ഇന്ത്യ, ശ്രീലങ്ക, മാൽദീവ്സിൻ്റെ കൂടെ മൗറീഷ്യസിനെയും കൂടി ഒരു മെമ്പറായിട്ട് ആഡ് ചെയ്തപ്പോഴാണ് ഇതിനെ കൊളംബോ സെക്യൂരിറ്റി കോൺക്ലേവ് എന്ന് വിളിക്കാൻ തുടങ്ങിയത്. പിന്നെ ഈ വർഷം 2024 ഓക്കെ, നേരത്തെ ബംഗ്ലാദേശും അതുപോലെ തന്നെ സീഷെൽസും ഇതിനകത്ത് ഒബ്സർവേഴ്സ് ആയിരുന്നു. ഈ പറയുന്ന ഇന്ത്യ, ശ്രീലങ്ക, മാൽദീവ്സ്, മൗറീഷ്യസ് 4 രാജ്യങ്ങളും മെമ്പേഴ്സും ബംഗ്ലാദേശും സീഷെൽസും ഒബ്സർവേഴ്സും ആയിരുന്നു. പക്ഷേ 2024 ഇപ്പോൾ ഈ വർഷം കഴിഞ്ഞ മാസം അവസാനം ബംഗ്ലാദേശിന് ഇതിനകത്തൊരു മെമ്പറായിട്ട് 5ാമത്തെ മെമ്പറായിട്ട് ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ നിലവിൽ ഇതിനകത്ത് 5 മെമ്പേഴ്സും പ്ലസ് സീഷെൽസ് ഒബ്സർവറായിട്ടാണ് ഉള്ളതെന്ന് മനസ്സിലാക്കുക. ഓക്കെ, അതുപോലെ തന്നെ നമ്മുടെ ഇന്ത്യയിൽ ഈ കൊളംബോ സെക്യൂരിറ്റി കോൺക്ലേവിനകത്തുള്ള പ്രധാനപ്പെട്ട ഒരു പാർട്ടിസിപ്പൻ്റ് ആയിട്ടുള്ള മാൽദീവ്സിൽ ഇന്ത്യയുമായിട്ട് വലിയ അടുപ്പമില്ലാത്ത അബ്ദുള്ള യമീൻ എന്ന് പറയുന്ന ആൾ അവിടുത്തെ പ്രസിഡൻ്റായിട്ട് മാറിയ ഒരു സമയത്ത് 2014 തൊട്ട് 2020 വരെയുള്ള കാലഘട്ടത്തിൽ ഈ കൊളംബോ സെക്യൂരിറ്റി കോൺക്ലേവിൻ്റെ മീറ്റിങ്ങുകളൊന്നും നടക്കാറുണ്ടായിരുന്നില്ല. പിന്നീട് 2020 ഇത് റീലോഞ്ച് ചെയ്ത സമയത്താണ് മൗറീഷ്യസിനെ ഇതിനകത്ത് മെമ്പറായിട്ട് ആഡ് ചെയ്യുന്നതും അതുപോലെ തന്നെ ഇതിൻ്റെ പേര് കൊളംബോ സെക്യൂരിറ്റി കോൺക്ലേവ് എന്ന് പേര് മാറ്റി ഇടുന്നതും ബംഗ്ലാദേശിനെയും സീഷെൽസിനെയൊക്കെ ഒബ്സർവേഴ്സായിട്ട് ആഡ് ചെയ്യുന്നതൊക്കെ 2020 പക്ഷേ ഇപ്പോൾ ബംഗ്ലാദേശ് ഇതിനകത്തൊരു മെമ്പറാണെന്ന് അറിഞ്ഞിരിക്കുക. ഇനി അതുപോലെ തന്നെ 2021 ഈ കൊളംബോ സെക്യൂരിറ്റി കോൺക്ലേവിൻ്റെ ഒരു സെക്രട്ടേറിയറ്റ് കൊളംബോയിൽ എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇത് നമുക്ക് ഏറ്റവും അവസാനമായിട്ട് ഡിസ്കസ് ചെയ്യാനുള്ള ടോപ്പിക് പ്ലേസസ് ന്യൂസ് ആണ്. അത് വെസ്റ്റ് ബാങ്ക് ആണ്. സോ വെസ്റ്റ് ബാങ്ക് എന്ന് പറയുന്നത് ജോർദാൻ റിവറിൻ്റെ വെസ്റ്റേൺ സൈഡിലായിട്ട് ലൊക്കേറ്റ് ചെയ്തിട്ടുള്ള ഒരു പലസ്തീനിയൻ ടെറിട്ടറി ആണെന്ന് മനസ്സിലാക്കുക. അതായത് വെസ്റ്റ് ബാങ്ക് എന്നുള്ള പേര് വരാനുള്ള കാരണം ഈ ജോർദാൻ റിവറിൻ്റെ വെസ്റ്റേൺ സൈഡിലായിട്ടാണ് ലൊക്കേറ്റ് ചെയ്യുന്നത് എന്നുള്ളതുകൊണ്ടാണ്. സോ ഈ വെസ്റ്റ് ബാങ്ക് ബേസിക്കലി ഒരു ഇസ്രായേലി ഒക്യുപ്പൈഡ് ടെറിട്ടറിയാണ്. 1967 6 ഡേ വാർ തൊട്ട്
ഇസ്രായേലിൻ്റെ മിലിറ്ററി അഡ്മിനിസ്ട്രേഷൻ്റെ കീഴിലുള്ള ഇസ്രായേലി സൈന്യം ഒക്യുപ്പൈ ചെയ്ത് അവർ കൺട്രോൾ ചെയ്ത് ഒരുപാട് ഇല്ലീഗൽ സെറ്റിൽമെൻറ്റുകളൊക്കെ ഉള്ള ഒരു ഇൻ്റർനാഷണലി ഒരു ഇസ്രായേലി ഇല്ലീഗലി ഒക്യുപ്പൈഡ് ടെറിട്ടറി ആയിട്ട് കണക്കാക്കുന്ന ഒരു സ്ഥലമാണ് വെസ്റ്റ് ബാങ്ക് എന്ന് പറയുന്നത്. ഇസ്രായേൽ ഈ പ്രദേശങ്ങളെ ജുദേയ ആൻഡ് സമാരിയ എന്നുള്ള പേരിലാണ് അഡ്മിനിസ്റ്റർ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഈ പ്രപ്പോസ്ഡ് 2 സ്റ്റേറ്റ് സൊല്യൂഷൻ്റെ ഭാഗമായിട്ട് ഇസ്രായേൽ അറബ് കോൺഫ്ലിക്റ്റുകൾക്കുള്ളൊരു സൊല്യൂഷനായിട്ട് പറയുന്ന ഇപ്പോൾ ഇസ്രായേലിന് സമാനമായിട്ടുള്ള രീതിയിൽ പലസ്തീനിയൻ അറബ്സിന് ഒരു ഇൻഡിപെൻഡൻറ്റ് സ്റ്റേറ്റും കൂടി എസ്റ്റാബ്ലിഷ് ചെയ്ത് കൊടുക്കണം എന്ന് പറയുന്ന 2 സ്റ്റേറ്റ് സൊല്യൂഷൻ്റെ ഭാഗമായിട്ട് പറയുന്ന ഒരു പൊട്ടൻഷ്യൽ ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടുള്ള പാലസ്തീനിയൻ സ്റ്റേറ്റിൻ്റെ പ്രധാനപ്പെട്ട ഒരു കോമ്പോണൻ്റ് എന്ന് പറയുന്നത് ഈ വെസ്റ്റ് ബാങ്ക് ആണ്. സോ ഈ വെസ്റ്റ് ബാങ്കും അതുപോലെ തന്നെ ഈ ഗാസ സ്ട്രിപ്പും കൂടി ഉൾക്കൊള്ളുന്നതാണ് ഈ പറയുന്ന പലസ്തീനിയൻ സ്റ്റേറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, പക്ഷേ ഈ വെസ്റ്റ് ബാങ്ക് ഇപ്പോൾ നമ്മൾ മാപ്പിൽ കാണുന്ന സമയത്ത് ഇത് വേറെ കളറിലൊക്കെ കാണുമെങ്കിലും ഈ വെസ്റ്റ് ബാങ്ക് ബേസിക്കലി ഇതിനകത്ത് ഒരുപാട് ഇസ്രായേലി സെറ്റിൽമെൻറ്റുകൾ വരുന്നുണ്ട്. ഇത് ഭയങ്കര സ്കാറ്റേഡ് ആയിട്ടുള്ള ചില ഐലൻഡുകൾ പോലെ കിടക്കുന്ന കുറച്ച് പലസ്തീനിയൻ ടെറിട്ടറീസ് മാത്രമാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 67 തൊട്ട് ഇസ്രായേലി ഒക്യുപ്പേഷൻ്റെ കീഴിലുള്ള ഒരു സ്ഥലമാണ്. ഇവിടെ അവർക്കൊരു ഡിഫാക്റ്റോ അഡ്മിനിസ്ട്രേറ്റീവ് സിസ്റ്റം ഒക്കെ ഉണ്ടെങ്കിലും ഈ പലസ്തീനിയൻ അതോറിറ്റിക്ക് കീഴിലുള്ള ഒരു അഡ്മിനിസ്ട്രേറ്റീവ് സിസ്റ്റം ഒക്കെ ഉണ്ടെങ്കിലും ഇസ്രായേലി മിലിറ്ററി കൺട്രോളിലാണ് ഈ ടെറിട്ടറി എന്ന് മനസ്സിലാക്കുക. ഇനി ഇവരുടെ അതിർത്തി നോക്കിക്കഴിഞ്ഞാൽ ഇവരുടെ ഈസ്റ്റേൺ സൈഡിലായിട്ട് ജോർദാനും ഡെഡ് സീയും ആണ് കിടക്കുന്നത്. ജോർദാനും വെസ്റ്റ് ബാങ്കിനും ഇടയിലുള്ള അതിർത്തി പ്രധാനമായിട്ടും ഡിമാർക്കേറ്റ് ചെയ്യുന്നത് ജോർദാൻ റിവറാണ്. ഇവരുടെ വെസ്റ്റേൺ സൈഡിലും ബാക്കിയുള്ള എല്ലാ മേഖലകളിലും വരുന്നത് ഇസ്രായേലാണെന്ന് മനസ്സിലാക്കുക. പക്ഷേ ഇവർക്ക് ഈ ഡെഡ് സീയുമായിട്ട് അതിർത്തി ഉണ്ടെന്നുള്ള കാര്യം ഓർത്തിരിക്കുക. ഇനി ഈ പ്രപ്പോസ്ഡ് ആയിട്ടുള്ള പാലസ്തീനിയൻ സ്റ്റേറ്റിൻ്റെ ഒരു ക്യാപിറ്റലായിട്ട് ഒഫീഷ്യലി പറയാറുള്ളത് അല്ലെങ്കിൽ തിയററ്റിക്കലി പറയാറുള്ളത് ഈസ്റ്റ് ജെറുസലേമാണ്. പക്ഷേ ഈസ്റ്റ് ജെറുസലേം ഒക്കെ ഇസ്രായേലി കൺട്രോളിലായതുകൊണ്ട് തന്നെ ഈ വെസ്റ്റ് ബാങ്കിൽ അവിടുത്തെ ഇപ്പം നടക്കുന്ന അവിടുത്തെ അഡ്മിനിസ്ട്രേഷൻ്റെ ഭാഗമായിട്ട് അവർ പ്രാക്ടിക്കലി അവരുടെ ഡിഫാക്റ്റോ അഡ്മിനിസ്ട്രേറ്റീവ് ക്യാപിറ്റലായിട്ട് കണക്കാക്കുന്നത് റാമല്ലയാണ്. ഓക്കെ, ഇപ്പം നിലവിൽ ഈ പാലസ്തീനിയൻ സ്റ്റേറ്റിൻ്റെ ഏകദേശം 140 കൂടുതൽ രാജ്യങ്ങൾ പാലസ്തീനെ രാജ്യമായിട്ട് അംഗീകരിക്കുന്നുണ്ട്. അപ്പോൾ ആ പാലസ്തീനിയൻ സ്റ്റേറ്റിൻ്റെ ഒരു ഡിഫാക്റ്റോ ക്യാപിറ്റലായിട്ട് ഇപ്പോൾ വർക്ക് ചെയ്യുന്നത് ഈ റാമല്ലയാണെന്ന് മനസ്സിലാക്കുക. സോ ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ ഡെയിലി ന്യൂസ് അനാലിസിനകത്ത് ഡിസ്കസ് ചെയ്യാനുള്ളത്. താങ്ക് യു ഓൾ.